ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 22 റിവ്യൂ. ഇന്ന് എവിക്റ്റായത് ശാരിക KB ആണ്. ശാരിക ഹൗസിലെ പല കാര്യങ്ങളും ഇടപെടുന്ന ആളാണ്. എങ്കിലും നല്ലൊരു ഗെയിം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശാരിക പുറത്തായത്. പക്ഷേ ശാരികയെക്കാളും ഔട്ടാകാൻ യോഗ്യതയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. രേണുസുതി, ഒണിയിൽ ഒക്കെ. ഒണിയിലിനൊക്കെ ആകെയായിട്ട് രണഫാത്തിയുമായിട്ട് മാത്രമേ ഒരു ഗെയിമുള്ളൂ. ജിസൈൽ ആര്യനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. എപ്പിസോഡിൻ്റെ ഒടുവിൽ ബിന്നിയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ജിസൈൽ പറയുന്നു, ആര്യൻ ഇത്ര ആണെന്ന് ഞാൻ കരുതിയില്ല. ഈ 3-4 ദിവസമായിട്ട് ഭയങ്കര ഇമ്മച്ചുറായിട്ടാണ് ആര്യൻ പെരുമാറുന്നത്. എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ പേരിലാണ് മുടി വെട്ടാത്തതെന്നാണ്. അനുമോളുടെ 10,000 കിട്ടിയാലും വെട്ടുമെന്ന് പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം ജിസൈൽ ആര്യനുമായിട്ട് അകലം പാലിക്കുമോ എന്ന്. ഷൈത്തിയുടെ കഥ പറച്ചിലിനിടയിൽ ആര്യൻ ചിരിച്ചതിനാൽ ആര്യനെ മോഹൻലാൽ അടുത്തയാഴ്ചത്തെ നോമിനേഷനിൽ ഇടുന്നു. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാൻ പാടില്ലെന്ന് ആര്യന് മുന്നറിയിപ്പ് നൽകുന്ന മോഹൻലാൽ. അനുമോൾ അപ്പാനിയുടെ കാല് തൊഴുത് മാപ്പ് പറഞ്ഞതിന് ശേഷം അപ്പാനിക്ക് ക്ഷീണം, തലകർക്കൽ എന്നിവ ഉണ്ടായതിനെപ്പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ഷൈത്യയും അപ്പാനും തമ്മിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ കാര്യം സംസാരിക്കുന്നതിനെപ്പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ, അതോ എന്തെങ്കിലും കൂടോത്രമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഹൻലാൽ ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് അനുമോളിനോട്. അനുമോൾ, ഞാൻ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിച്ചാണ്, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അനുമോളിനെയും അപ്പാനെയും മോഹൻലാൽ സേവ് ചെയ്യുന്നു. മോഹൻലാൽ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബോർഡ് കൊണ്ടുവരാൻ പറയുന്നു. അതിലെഴുതിയതനുസരിച്ച് ഏറ്റവും അനുയോജ്യരായവരെ പറയാൻ മോഹൻലാൽ പറയുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയവർ. ഞാൻ പുലിയല്ല, വെറും എലി. അത് കിട്ടിയത് ആര്യന്. ഞാനൊരു കാലുമാറ്റക്കാരൻ, ശാരിക KB. ഞാനൊരു നിഴൽ മാത്രം, അപ്പാനി ശരത്ത്. ഞാനൊരു ഗെയിമർ, അനീഷ്. എന്നെ വിശ്വസിക്കരുത്, അനുമോൾ. ഓരോരുത്തരുടെയും തലയിൽ വയ്ക്കാൻ വേണ്ടി അതെഴുതിയ ഒരു മൊട്ട തൊപ്പി കിട്ടുന്നു. അതെപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ മോഹൻലാൽ പറയുന്നു. അപ്പോൾ ആര്യൻ ഒരു സംശയം ചോദിക്കുന്നു, കുളിക്കുമ്പോൾ വയ്ക്കാമോ എന്ന്. മോഹൻലാൽ പറയുന്നു, കുളിക്കുമ്പോൾ അത് ഊരി വെച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് പിന്നെ വയ്ക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ വീണ്ടും ചോദിക്കുന്നു, അപ്പോൾ കിടക്കുമ്പോൾ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ മോഹൻലാൽ ചോദിച്ചേ, ഇതെന്നെ ഊതുന്നതാണോ എന്ന്. മോഹൻലാലിന് ദേഷ്യം വരുന്നുണ്ട്. ആര്യന് ഒരു മെച്യൂരിറ്റി ഇല്ലാതെയാണ് ഇത് ചോദിക്കുന്നത്. ആര്യൻ ശരിക്കും എക്സ്പോസായി വരുന്നുണ്ട്. അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന രീതിയിൽ സംസാരിച്ചതിനെപ്പറ്റി മോഹൻലാൽ ഷാനവാസിനോട് ചോദിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ സംസാരിക്കണമെന്ന് മോഹൻലാൽ പറയുന്നു. കണ്ണിൽ വയ്ക്കാൻ പേപ്പർ ഒട്ടിച്ച കൂളിംഗ് ഗ്ലാസ് എല്ലാവർക്കും നൽകുന്നു. അതിൻ്റെ അകത്ത് പേപ്പറുകൾ മാറ്റി നോക്കുമ്പോൾ എവിക്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് അവർക്കറിയത്തില്ല, വേറൊരാൾക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ എവിക്റ്റഡ് ആയത് നമ്മുടെ ശാരിക KB ആണ്. ശാരിക ഫ്രഷ് മൈൻഡോടുകൂടിയാണ് പുറത്തേക്ക് വന്നത്. ഒരു സങ്കടവുമില്ലാതെ നല്ലൊരു എനർജിയോടുകൂടി. ശാരിക ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദിവസം അർഹിച്ചിരുന്നു. പുറത്തേക്ക് പോകുന്ന ഏതായാലും പ്രേക്ഷകരുടെ നെഗറ്റീവ് കിട്ടാതെയാണ്. പ്രേക്ഷകർക്ക് ശാരികയെ മനസ്സിലായി. ശാരിക ശരിക്കും ഒരു പാവമാണെന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. പുറത്ത് അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ. രേണുസുതി കരയുന്നുണ്ടായിരുന്നു ശാരിക പോയപ്പോൾ. രേണുസുതിക്ക് ആകെ വർത്തമാനം പറയാൻ അവിടെ കൂടുതലും ശാരികയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് രേണുസുദീനെ ഹൗസിൽ കാണുന്നത്. അല്ലാത്തപ്പോൾ രേണുസുദീനെ അവിടെ കാണുന്നുകൂടിയില്ല. അക്ബറിൻ്റെ പാരഡിപ്പാട്ടും നവീൻ്റെ ഡാൻസുമായി അവതരിപ്പിച്ച ഹൗസിലെ കാര്യങ്ങളും ഹൗസിലെ ഓരോരുത്തരുടെ സ്വഭാവങ്ങളെപ്പറ്റി അവതരിപ്പിച്ച പാരഡി ഗാനം വളരെ നല്ലതായിരുന്നു. ജിസൈലിനെ കോഫി കളി എന്ന് വിളിച്ചതും അനുമോളെ ചപ്പാത്തി കളി എന്ന് വിളിച്ചതും ഒരു തമാശയോടെ മോഹൻലാൽ പറഞ്ഞു. കോഫി മോഷ്ടിച്ചതിനെപ്പറ്റി ജിസൈലിനോട് ചോദിച്ചപ്പോൾ ജിസൈൽ പറഞ്ഞു, ആളുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ രാവിലെ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചാണെന്ന് പറഞ്ഞു. ജിസൈലിൻ്റെ ഒരു ബുദ്ധിയെ അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷറി കോഫിയാണല്ലോ, അതുകൊണ്ട് അത് മാറ്റിവെച്ചതാണ്, പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടി. കൊള്ളാം. മോഹൻലാൽ പോയതിനു ശേഷം അക്ബറും അപ്പാനും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി വേണം എനിക്ക് നല്ലൊരു ഗെയിം കളിക്കാൻ എന്ന് അപ്പാനി പറയുന്നുണ്ട്. എന്ത് കൂടെ നിന്ന് ആരൊക്കെ ചതിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലെന്നും അവർ പറയുന്നുണ്ട്. നെഗറ്റീവ് എനർജിയെപ്പറ്റി മോഹൻലാൽ ചോദിച്ചപ്പോൾ താൻ ഷൈത്യയെ സംരക്ഷിച്ചുവെന്ന് ഷൈത്യയോട് പിന്നീട് അപ്പാനി പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നല്ല ഗെയിം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ.